നമുക്കിനി ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് ഒരു ജോലിക്കായിട്ട് പോകാൻ പറ്റും. 3 ലക്ഷത്തിനടുത്ത് മാസ വരുമാനം വരുന്ന ഒരു ജോലി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ അവിടെ പോയിട്ട് ഒരു മിനിമം വേജിൽ ഒരു ജോലി ചെയ്യണ ഒരാളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇത്രയല്ല, ഇതിനും കൂടുതൽ. നിങ്ങളിപ്പോൾ നല്ലൊരു സ്കിൽഡ് അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് വർക്കർ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ വരുമാനവും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. പണ്ട് ചെക്കോസ്ലോവാക്കിയസ് ഫ്ലൈറ്റ് ആയിട്ടാണ് ഈ ഒരു ചെക്ക് റിപ്പബ്ലിക്ക് അതുപോലെ തന്നെ സ്ലോവാക്കിയ എന്നറിയപ്പെടാൻ തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്ക് ചെക്കിയ എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പോളണ്ട്, ജർമ്മനി, ഓസ്ട്രിയ, സ്ലോവാക്കിയ ഇതൊക്കെയാണ് ഈ ഒരു ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ചുറ്റും നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. പ്രാഗാണ് ഈ ഒരു ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്യാപിറ്റൽ വരുന്നത്. ഇവിടെ നമുക്ക് ചെക്ക് സംസാരിക്കുന്ന ആളുകളും ചെക്കും സ്ലോവാക്കിയയാണ് ഒഫീഷ്യൽ ലാംഗ്വേജുകളായിട്ട് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ജർമ്മനും ഇറ്റാലിയനും ഒക്കെ സംസാരിക്കുന്ന ആളുകളും ഇവിടെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഈ ഒരു ചെക്കിയേക്ക് എത്തിപ്പെടാനായിട്ടുള്ള 2-3-4 വർക്ക് പെർമിറ്റിൻ്റെ കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോണത്. എങ്ങനെ നമുക്കവിടെ ഒരു ജോലി കണ്ടെത്തി ഒരു വിസയിലൂടെ അവിടെ എത്തിപ്പെടാമെന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പോകാനായിട്ട് യാതൊരു തരത്തിലുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റിൻ്റെയും ആവശ്യമില്ല. IELTS, TOEFL, PT, OET ഇതുപോലുള്ള ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് നമുക്ക് ആവശ്യമില്ല. ഒരു ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ അറിയുന്ന ആളുകൾക്കുള്ള ജോലിയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. വെറും 10.67 മില്യൺ ആളുകൾ മാത്രം, അതായത് 1,67,00,000 ആളുകൾ മാത്രമാണ് ആ ഒരു രാജ്യത്ത് ജീവിക്കുന്നത്. ഇപ്പോൾ 2023 വന്ന കണക്കനുസരിച്ചിട്ട് ഏകദേശം 8,23,000 ആളുകൾ ഫോറിൻ എംപ്ലോയീസാണ് അവിടെ വന്ന് ജോലി ചെയ്യണത്. ഇനിയും ഒരുപാട് ജോബ് ഓഫേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്. ഇവർ തന്നെ പറയുന്നുണ്ട് ചെക്ക് ഈസ് എ വെൽ ഡെവലപ്ഡ് കൺട്രി ഇൻ യൂറോപ്പ്. സോ ഒരുപാട് ഓഫേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കെന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത് ഏതൊക്കെയാണ് വർക്ക് പെർമിറ്റ്, എങ്ങനെയാണ് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുക, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയൊരു ജോബിന് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് റിസോഴ്സസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടാനായിട്ട് മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക. എന്താണെന്ന് നോക്കാം. ഹായ് എവരിവൺ, ഇറ്റ്സ് മീ ശ്യാം ആൻഡ് ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ്. ഈ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഒരുപാട് കാസിൽസ്, പ്രാഗ് കാസിൽസ്, ചാൾസ് ബ്രിഡ്ജ്, പ്രാഗ് കാസിൽസ്, അതുപോലെ തന്നെ ബീറിനും വളരെ പേര് കേട്ട ഒരു രാജ്യമാണ് ഈ ഒരു ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇവർ പറയുന്നുണ്ട് ചെക്ക് ബീർ ഈസ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ആൻഡ് ഇറ്റ്സ് ആൾസോ എ നാഷണൽ ട്രഷർ. ഒരു നാഷണൽ ട്രഷറാണ് ഈ ഒരു ചെക്ക് ബിയർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു വിസയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആർക്കൊക്കെയാണ് ഇനി പറ്റുകയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വേറൊരു ഫോറിൻ രാജ്യത്തുള്ള അല്ലെങ്കിൽ ഒരു EU കൺട്രിയിൽ താമസിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് എത്തിപ്പെടാനായിട്ട് യാതൊരു വർക്ക് പെർമിറ്റിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഒരു വിസയുടെ കാര്യമോ ഒന്നുമില്ല. അവിടെ നമ്മൾ പോയിട്ട് നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് എത്തിപ്പെടാൻ പറ്റും. ബട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. യു ഓൺലി നീഡ് ടു രജിസ്റ്റർ അറ്റ് ദ ഏരിയൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വിത്തിൻ 30 days ഓഫ് അറൈവൽ. അങ്ങനെ നമ്മളൊരു EU രാജ്യത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിയ ശേഷം ഈ ഒരു ഏലിയൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അത്രമാത്രം ചെയ്താൽ മതി. ബട്ട് ഒരു തേർഡ് കൺട്രി നാഷണൽസിനൊക്കെ ഈ ഒരു രാജ്യത്തേക്ക് എത്തിപ്പെടാനായിട്ട് ഒരു വിസയുടെയും ഒരു പെർമിറ്റിൻ്റെയും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ഒരാളായതുകൊണ്ട് നമുക്കും ഈ ഒരു വിസയും വർക്ക് പെർമിറ്റും ഒക്കെ ആവശ്യമുണ്ട്. സോ നമുക്ക് എങ്ങനെയാണ് ഇതൊക്കെ റെഡിയാക്കി എടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ അപ്പോൾ ഈ ഒരു ചെക്ക് റിപ്പബ്ലിക്കിലേക്ക് എത്തിപ്പെടാനായിട്ട് 2-3-4 വർക്ക് പെർമിറ്റ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഏതൊക്കെയെന്ന് നോക്കി നോക്കാം. ആദ്യത്തെ പറയുന്നത് എംപ്ലോയി കാർഡാണ് പറയുന്നത്. ഈ ഒരു വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് കോമൺ വർക്ക് ടൈപ്പ് ആണ് കേട്ടോ പറയുന്നത്. ആൻഡ് എംപ്ലോയി കാർഡ് ഈസ് ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് വർക്ക് പെർമിറ്റ് ഫോർ നോൺ യൂറോപ്യൻസ്. A long-term residence permit entitle holders to live and work in Republic of Czechia ഫോർ മോർ ദാൻ 90 days. മോർ ദാൻ 90 ഡേയ്സിനാണ് കേട്ടോ സാധാരണ ഇത് കൊടുക്കൽ. പിന്നെ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഈ ഒരു എംപ്ലോയി കാർഡ് 2 വർഷത്തിന് വാലിഡിറ്റി ഉണ്ടായിരിക്കും എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാലിഡിറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു എംപ്ലോയി കാർഡിൽ വരുന്ന കുറച്ച് ജോബ്സ് വരെ സ്പെസിഫിക് ജോബ്സ് വരെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിൽ ഏതൊക്കെ ജോബ്സ് എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇതിൽ കുറച്ച് ജോബ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് മെൻഷൻ ചെയ്യാം കേട്ടോ. ഈ ഒരു വിൻഡോയ്ക്ക് എത്തിപ്പെടാനുള്ള ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇങ്ങനെ ഒരു വിൻഡോയ്ക്ക് ആവും എത്തുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് എന്ന് കൊടുത്താൽ മതി. കാരണം അത് ചെക്കിയിലാവും വന്നിട്ടുണ്ടാവുക. അപ്പോൾ ട്രാൻസ്ലേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഓക്സിലറി ആക്ടിവിറ്റീസ്, വാർണിഷേഴ്സ് ആൻഡ് പെയിൻറ്റേഴ്സ് എക്സെപ്റ്റ് ഫോർ കൺസ്ട്രക്ഷൻ. നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും. ഫോർ ദ എംപ്ലോയി കാർഡ് ഹോൾഡേഴ്സിനുള്ള ജോബ്സാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. ഇവർ വേജൊക്കെ പറയുന്നുണ്ട്.
കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പറേറ്റർ, മാനുവൽ അസംബ്ലി, പിന്നെ ചെക്ക് ക്രോണയാണ് കേട്ടോ ഇവിടുത്തെ കറൻസി ആയിട്ട് വരുന്നത്. കൊറോണ എന്നാണ് വരുന്നത്. നമ്മളിപ്പോൾ സ്വീഡിഷ് ഒക്കെ ആണെങ്കിൽ സ്വീഡിഷ് ക്രോണ എന്നാണ് സാധാരണ പറയൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ കറൻസി വരുന്നത്. നമ്മളിവിടെ ജോബ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഓപ്പറേറ്റർ, CA, മാനുവൽ അസംബ്ലി, അതുപോലെ തന്നെ ടെക്നിക്കൽ പ്രൊജക്ട് മാനേജർ, അസിസ്റ്റൻറ്റ് സ്റ്റോർ കീപ്പേഴ്സ്, റോഡ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവർ, ബസ് ഡ്രൈവർ, ഹാൻഡ് പാക്കേഴ്സ്, ഫില്ലർ ആൻഡ് ലേബൽസ്, ഓക്സിലറി വർക്കേഴ്സ് ഇൻ അനിമൽ പ്രൊഡക്ഷൻ, ഫോർക്ക് ലിഫ്റ്റ് ഡ്രൈവേഴ്സ്. ഈ ഒരു ഫോർക്ക് ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണ്ടവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. വേറെയും ഒരുപാട് ജോബ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി രണ്ടാമത്തെ ഏതാ നോക്കി നോക്കുക. രണ്ടാമത്തെ വർക്ക് പെർമിറ്റ് പറയുന്നത് EU ബ്ലൂ കാർഡാണ്. ഇവർ പറയുന്നുണ്ട് ഈ ഒരു EU ബ്ലൂ കാർഡ് സാധാരണ ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസിനാണ് കേട്ടോ കൊടുക്കുന്നത്. ദ EU ബ്ലൂ കാർഡ് ഈസ് ഫോർ ഹൈലി സ്കിൽഡ് പ്രൊഫഷണൽസ് വിത്ത് സം ഇയേഴ്സ് ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ്. കുറച്ച് വർക്കിംഗ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളും ആയിരിക്കണം. ദ EU ബ്ലൂ കാർഡ് ഫോർ നോൺ യൂറോപ്യൻ ഈസ് വാലിഡ് ഫോർ 2 years. 2 years തന്നെയാണ് ഇതിൻ്റെ ഇത് വരിക. പിന്നെ ഇറ്റ് ഈസ് ആൾസോ കംസ് അണ്ടർ എ ചെക്കിയ ലോങ് ടേം റെസിഡൻസ് പെർമിറ്റിൻ്റെ ഇതിലാണ് വരുന്നത്. ഇതാണ് EU ബ്ലൂ കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പറയുന്നത് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ കാർഡ്. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഒരു ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ കാർഡ്, അതായത് ICT എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ കാർഡ് ഈസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ലോങ് ടേം റെസിഡൻസ് പെർമിറ്റ് ഇഷ്യൂഡ് ഇൻ ദ ചെക്ക് റിപ്പബ്ലിക് who are being transferred within the same company to work in the Czech Republic. അതായത് സെയിം കമ്പനിയിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണേ, അതായത് ചെക്കിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾക്കാണ് ഈ ഒരു ഇൻട്രാ കമ്പനി ട്രാൻസ്ഫർ കാർഡൊക്കെ സാധാരണ കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഉപകാരമായിരിക്കും. അതാണ് മൂന്നാമത്തെ ഒരു വർക്ക് പെർമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെ പറയുന്നത് പിന്നെ സീസണൽ ജോബ്സിൻ്റെയാണ് കേട്ടോ. ഈ ഒരു സീസണൽ ജോബ്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും തേർഡ് കൺട്രി നാഷണലിസ്റ്റിന്. അതായത് ഷോർട്ട് സ്റ്റേ വിസി നമുക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ലോങ് സ്റ്റേ വിസി നമുക്ക് ചെയ്യാൻ പറ്റും. ഷോർട്ട് സ്റ്റേ ആണെങ്കിൽ സീലാണ് വരിക, 90 days വരെ ഉള്ളതാണ് ഷോർട്ട് സ്റ്റേ വിസ എന്ന് പറയുക. പിന്നെ ലോങ് സ്റ്റേ വിസ പറഞ്ഞാൽ മോർ ദാൻ 90 days. ഈ ഒരു ലോങ് ടേം വിസയ്ക്ക് സാധാരണ നമ്മൾ D വിസയ്ക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യുക. D വിസേൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 year ഉണ്ട്. ബട്ട് എന്നാലും നമ്മളുടെ ഈ ഒരു സീസണൽ എംപ്ലോയ്മെൻറ്റ്, സീസണൽ ജോബ്സ് ഒക്കെ സാധാരണ 6 months ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ ഒരു വർക്ക് പെർമിറ്റ്സ് എന്ന് പറയുന്നത് ചെക്കിക്ക് എത്തിപ്പെടാനുള്ളത്. പിന്നെ ഇനി എങ്ങനെയാണ് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കി നോക്കാം. ആദ്യം നമുക്ക് ഈ ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് നോക്കി നോക്കാം. ആദ്യത്തെ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് എ വാലിഡ് ട്രാവൽ ഡോക്യുമെൻറ്റ്, അത് ആവശ്യമുണ്ട്. പിന്നെ അക്കോമഡേഷൻ ഡീറ്റെയിൽസ്, അവിടെ പോയിട്ടുള്ള അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ അടങ്ങിയ ഡീറ്റെയിൽസൊക്കെ വേണ്ടി വരും. പാസ്പോർട്ട് സൈസ് പിക്ചേഴ്സ് വേണ്ടി വരും. പിന്നെ എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്ട് ആൻഡ് ആൾ ഡീറ്റെയിൽസ്, നമുക്ക് ജോബ് ഓഫറൊക്കെ വേണം. എങ്ങനെയാണ് ജോബ് ഓഫർ കളക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. എങ്ങനെയാണ് ജോബിന് അപ്ലൈ ചെയ്യുക, ഒരു ജോബ് ഓഫർ നമുക്ക് നേടിയെടുക്കുക എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. പിന്നെ പറയുന്നത് എംപ്ലോയ്മെൻറ്റ് അപ്ലിക്കേഷൻ ഫോം വേണം. പിന്നെ അതുപോലെ തന്നെ വിസ അപ്ലിക്കേഷൻ ഫോം വേണം. പിന്നെ ക്വാളിഫിക്കേഷൻ പ്രൂഫ് വേണം. ഇതൊക്കെയാണ് കേട്ടോ നമുക്കൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഇനി ഒരു വർക്ക് വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സും പിന്നെ ബാക്കിയുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. എങ്ങനെയാണ് ഒരു ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളതും അതിനുശേഷം ഈ ഒരു ജോബ് ഓഫർ കിട്ടിയ ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതും കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അതിനും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ഇത്തരം ജോബ് ഓഫേഴ്സൊക്കെ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കുക. ലാഗാക്കണില്ല, എന്തൊക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കി നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് എ ജോബ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഗെറ്റ് ആൻ ജോബ് ഓഫർ ലെറ്റർ ഫ്രം ദ എംപ്ലോയർ. ആദ്യം നമ്മളൊരു ജോലി കണ്ടുപിടിക്കണം. അവിടുത്തെ ഒരു എംപ്ലോയറിൻ്റെ അടുത്തു നിന്നുള്ള ഒരു ജോബ് ഓഫർ നമ്മൾ കളക്ട് ചെയ്യണം. ഇതിനായിട്ട് നമ്മളൊരു ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോം വഴി ആദ്യം ഒരു ജോബിന് അപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഞാനൊരു 2-3 ജോബ് സെർച്ചിങ് പ്ലാറ്റ്ഫോംസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുക. അതായത് jobs.cz, പിന്നെ price.cz. ഈ CZ മീൻസ് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെയാണ് കേട്ടോ. അതുപോലെ തന്നെ indeed.com. ഈ ഒരു 3 വെബ്സൈറ്റ് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കേട്ടിട്ടുള്ള ഒരു പേരായിരിക്കും ഇൻഡീഡ് എന്നുള്ളത്. ഓക്കെ, ഞാൻ എന്തായാലും സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. ഇൻഡീഡ് വഴി എങ്ങനെയാണ് ഒരു ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാവും എത്തുണ്ടാവുക. ഞാൻ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിതിൽ കാണാൻ പറ്റും സമ്മർ എംപ്ലോയ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഷീറ്റർ ജോബ്സ്, കസ്റ്റമർ സപ്പോർട്ട് റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉള്ളവർക്കാണ്. പിന്നെ വെയർ ഹൗസ് അസോസിയേറ്റ്സ്, ഇമെയിൽ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ്,
അങ്ങനെ ഒരുപാടെണ്ണം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു സമ്മർ സപ്പോർട്ട് റെപ്രസെൻറ്റേറ്റീവിൻ്റെ നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്കിൽസ്, ലൊക്കേഷൻസ്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം വായിച്ച് നോക്കുക, അതിനുശേഷം മാത്രം അപ്ലൈ ചെയ്യുക. നമ്മൾ ബെനിഫിറ്റ്സ്, ഫുൾ ജോബ് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ജോബിന് ആപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ലൈ നൗ എന്നുള്ളത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജോബിന് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യണത്. അങ്ങനെ നമ്മൾ ജോബിന് അപ്ലൈ ചെയ്ത ശേഷം ആ ഒരു എംപ്ലോയർക്ക് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു ജോബ് ഓഫർ നമുക്ക് കിട്ടും. പിന്നെ എംപ്ലോയർ ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മളുടെ ഈ ഒരു എംപ്ലോയർ അല്ലെങ്കിൽ നമുക്ക് ആ ജോലി തരുന്ന ആൾ ഒരു വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത്. അതുപോലെ തന്നെ പകുതി കാര്യങ്ങൾ അവർ ചെയ്യും, ബാക്കിയുള്ള നമ്മളെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അവർ പറഞ്ഞുതരും, ഈ ഒരു വർക്ക് പെർമിറ്റിനായിട്ടുള്ളത്. പിന്നെ അതും റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ബുക്ക് ആൻഡ് അപ്പോയിൻറ്റ്മെൻറ്റ്, അതായത് അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ വർക്ക് പെർമിറ്റും ഓക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ അടുത്തുള്ള എംബസി പോയിട്ട്, അതായത് ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ എംബസികൾ ഉണ്ടാവും. ഇപ്പോൾ നമ്മളുടെ രാജ്യത്ത് എംബസികളൊക്കെ ഡൽഹിയിലാണ് ഉണ്ടാവല്. ഈ ഒരു ഡൽഹിയിലുള്ള ഒരു എംബസിയിൽ ഒരു അപ്പോയിൻറ്റ്മെൻറ്റ് ആദ്യം നമ്മൾ ബുക്ക് ചെയ്യണം. ഒരു വിസ ആപ്ലിക്കേഷനുള്ള ഒരു അപ്പോയിൻറ്റ്മെൻറ്റ് നമ്മൾ ആദ്യം ചെയ്യണം. അങ്ങനെ നമ്മൾ ഈ അപ്പോയിൻറ്റ്മെൻറ്റിന് അപ്ലൈ ചെയ്യുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സബ്മിറ്റ് ഡോക്യുമെൻറ്റ്, അതായത് നമ്മളുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഈ ഒരു അപ്പോയിൻറ്റ്മെൻറ്റ് ഡേറ്റിൽ പോയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഏതൊക്കെയാണ് റിക്വയർഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എന്നുള്ളതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസിഷൻ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫയൽ ചെയ്ത ആപ്ലിക്കേഷൻ ദ ചെക്ക് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ MOI അവർ റിവ്യൂ ചെയ്തിട്ട് അത് നമ്മൾ അറിയിക്കുന്നതാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ പ്രോസസ്സിങ് ടൈമായിട്ട് സാധാരണ 60 to 90 ഡേയ്സ് ആണ് പറയുന്നത്. ഒരു 60 ദിവസത്തിൻ്റെ ഉള്ളിലും ഒരു 90 ദിവസത്തിൻ്റെ ഉള്ളിലും ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ അറിയുന്നതാണ് സാധാരണ പറയുന്നത്. ഓക്കെ, ഇത് ഓക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും, ഇത് അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും, റിജക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ അപ്രൂവ് ആയ ശേഷം പിന്നെ നമ്മൾ ട്രാവൽ ടു ചെക്ക് ചെയ്യുക. ഇഫ് യുവർ ആപ്ലിക്കേഷൻ ഈസ് അപ്രൂവ്ഡ്, you will receive a long stay residence permit which allows you to travel to the Czech Republic to collect the employee card within 3 days of arrival. ഓക്കെ, അങ്ങനെ നമ്മൾ അപ്രൂവ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോങ് സ്റ്റേ റെസിഡൻസ് പെർമിറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് ചെക്കിക്ക് എത്തിപ്പെടാൻ പറ്റും. അതിനുശേഷം നമ്മളൊരു എംപ്ലോയി കാർഡ് നമ്മൾ കളക്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട് 3 ദിവസത്തിൻ്റെ ഉള്ളിൽ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് റിപ്പബ്ലിക്കിക്ക് അല്ലെങ്കിൽ ഒരു ചെക്കിയക്ക് ഒരു ജോബിനായിട്ട് എത്തിപ്പെടുന്നതും അതിൻ്റെ വർക്ക് പെർമിറ്റ്, വിസ, ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ വരുന്നത്. നിങ്ങളിപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിക്ക് ഒരു ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മാർഗം ട്രൈ ചെയ്യുക. ചെക്കിക്ക് എത്തിപ്പെടണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു EU രാജ്യത്തേക്കൊക്കെ എത്തിപ്പെടണം എന്ന് ആഗ്രഹമുള്ളവർ ഈ ഒരു മാർഗം ട്രൈ ചെയ്യുക. അതൊരു സുവർണാവസരം തന്നെയാണ്, ആരും മിസ്സാക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലിങ്ക്സൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കുള്ള ഹെൽപ്ഫുൾ ലിങ്ക്സൊക്കെ അതിലുണ്ട്, എല്ലാവരും അതും നോക്കുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും അടുത്തൊരു ഇൻഫർമേഷനായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് ഫൈനലി ഇറ്റ്സ് മീ ശ്യാം, ദിസ് ഈസ് വേഫറർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസപ്പോയിൻറ്റ് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.